ഹലോ മക്കളെ, സഞ്ജു സാംസൺ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം. നമ്മുടെ ഇന്ത്യക്ക് 2020 ഇന്റർനാഷണൽ വേൾഡ് കപ്പ് നയിച്ചതിൽ മുഖ്യ പങ്കാളി. ഒരു മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഈ വേൾഡ് കപ്പിലെ പെർഫോമൻസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അങ്ങനെ മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കേൾക്കാം. അത് കറക്റ്റായിട്ടൊന്ന് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഫോൺ ഓഫാണ്, ആർക്കും വിളിച്ച് കിട്ടുന്നില്ല, മെസ്സേജസ് ആരും ഡെലിവർ ആവുന്നില്ല. സോഷ്യൽ മീഡിയയിൽ എൻ്റെ ടീമാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്തപ്പോൾ ഔട്ട്സൈഡ് നോയ്സ് കുറച്ച് കട്ട് ചെയ്യാൻ പറ്റി. കാരണം വേൾഡ് കപ്പ് പോലത്തെ ഇത്രയും വലിയ ഒരു സംഭവം നാട്ടിൽ നടക്കുമ്പോൾ ഭയങ്കര ഒരു ഔട്ട്സൈഡ് നോയ്സ് ഉണ്ടാവേണ്ട സമയമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്രിക്കറ്റിൽ ഫോക്കസ് ചെയ്തു. അതെ, സക്സസ് നെവർ എവർ ഹാപ്പൻ ആക്സിഡന്റലി എന്നാണ്. ഒരു വിജയം ഒരിക്കലും യാദൃശ്ചികമായി സംഭവിക്കുന്നല്ല. അതിന് പിറകെ നിരന്തരമായ പ്രയത്നങ്ങളും ഒരുപാട് ത്യാഗങ്ങളും ഉണ്ടായിരിക്കും. ഒരു ഇന്റർനാഷണൽ പ്ലെയർ ഏകദേശം ഒരു മാസത്തോളം തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. എന്തിനു വേണ്ടി? അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഉഷാറാവാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് വിജയിക്കാൻ വേണ്ടി. ഇത് ഓരോ കുട്ടികളും ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്തിന് പുറപ്പെടുമ്പോഴും അവിടെ നമുക്ക് വിജയിക്കണോ, ഒരുപാട് ത്യാഗങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. അങ്ങനെ ത്യാഗം സഹിച്ചവർക്ക് മാത്രമാണ് വിജയം എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. അതിനുവേണ്ടി പ്രയത്നിക്കുക. നിർബന്ധമായിട്ടും നമുക്ക് വിജയം എത്തിച്ചേരും.